ഇന്ന് ഈ വീഡിയോയിലൂടെ ഐ വിൽ ടോക്ക് അബൌട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ വാട്ടർ പാസേജ് വേ, അല്ലെങ്കിൽ ഇറ്റ്സ് എ വേ where ships can travel, vessels can travel. So, in a sense that our pathwayയിലൂടെ many ships can pass. For those who don't know what is a strait, strait എന്ന് വെച്ചാൽ ഒരു നാരോ വാട്ടർ പാസേജ് വേ ദാറ്റ് കണക്ട്സ് ടു സീസ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കണക്ട്സ് പേർഷ്യൻ ഗൾഫ് വിത്ത് ഗൾഫ് ഓഫ് ഒമാൻ, അല്ലെങ്കിൽ ഇറ്റ് കണക്ട്സ് പേർഷ്യൻ ഗൾഫ് വിത്ത് അറേബ്യൻ സീ. അപ്പോൾ രണ്ട് സീ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു നാരോ പാസേജ് വേ ആണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇറാൻ ഇസ് ഗോയിങ് ടു ചാർജ് സർട്ടൻ കമേഴ്ഷ്യൽ ഷിപ്സിന് എത്രയോ $1 million കൊടുത്താലേ ദേ ക്യാൻ എൻഷുർ സേഫ് പാസേജ്. അപ്പം ഇത്രയും $1 million നമ്മൾ ഇറാന് കൊടുക്കുമ്പോഴേ ആ ഷിപ്സ് വിൽ ട്രാവൽ സേഫ്ലി. ബിക്കോസ് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഉണ്ട്, ഇത്രയും ക്രൈസിസ് ഉണ്ടായതുകൊണ്ട് ദേ ആർ ചാർജിങ് എ ലോട്ട് ഫോർ സേഫ് പാസേജ് വേ. അപ്പം ഐ വിൽ ജസ്റ്റ് ഗിവ് യു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ടു ദിസ്. എങ്ങനെയാണ് ഈ ഒരു പ്രാക്ടീസ് തുടങ്ങിയത്? അപ്പം ഇന്ത്യയിൽ ആദ്യം വന്ന ഒരു പേഴ്സണാണ് വാസ്കോ ഡി ഗാമ, which means that Portuguese were the very first person to come to India. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗീസിൻ്റെ നേവൽ സുപ്രിമസി വളരെ നല്ലതായിരുന്നു. നോട്ട് വെരി ഗുഡ് കമ്പയർഡ് ടു ബ്രിട്ടൻ, ബിക്കോസ് ബ്രിട്ടീഷ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നേവൽ സുപ്രിമസി വാസ് വെരി ഗ്രേറ്റ്. ഐ എം നോട്ട് കമ്പയറിങ് ദം വിത്ത് ബ്രിട്ടീഷ്, ബട്ട് പോർച്ചുഗീസ് ഒരു പെർട്ടിക്കുലർ പോളിസി ഉണ്ടാക്കിയായിരുന്നു. ദാറ്റ് പോളിസീസ് നെയിം വാസ് ബ്ലൂ വാട്ടർ പോളിസി. സോ ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് വെച്ചാൽ വാസ് പുട്ട് ഫോർവേഡ് ബൈ ഡി അൽമീഡ. സോ ഈ പോളിസിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പോർച്ചുഗീസ് കൺട്രോൾഡ് വാട്ടേഴ്സിലൂടെ ഏത് ഷിപ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാലും ദേ ഹാവ് ടു പേ എ ഫീ ടു ദ പോർച്ചുഗീസ്. എന്ന് വെച്ചാൽ അന്നൊക്കെ പോർച്ചുഗീസ് യൂസ് ടു കൺട്രോൾ സം പാർട്സ് ഓഫ് ദ ഇന്ത്യൻ ഓഷൻ. അപ്പം ആരെയും ഇന്ത്യൻ ഓഷനിലൂടെ പോകുവാണെങ്കിൽ ആ ഒരു ഫീ, വാട്ട് എവർ ദ ഫീ ഇസ്, ദേ ഹാവ് ടു പേ ടു ദ പോർച്ചുഗീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് റവന്യൂ ടു ദ പോർച്ചുഗീസ്. അപ്പം ഇതിനെ നമ്മൾ കർത്തസ് സിസ്റ്റം എന്ന് വിളിക്കും. സോ യു ഹാവ് ടു പേ എ ഫീ ഫോർ ട്രാവലിംഗ് ദീസ് വാട്ടേഴ്സ്. ഏതെങ്കിലും നേഷൻ കൺട്രോൾ ചെയ്യുന്ന വാട്ടേഴ്സ് ആണെങ്കിൽ യു ഹാവ് ടു പേ എ ഫീ. പക്ഷേ എല്ലാം വാട്ടേഴ്സിൽ ഫീ നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് വിത്ത് റെസ്പെക്ട് ടു ഹൈ സീസ് അല്ലെങ്കിൽ ഓപ്പൺ സീ, അവിടെയൊന്നും നമ്മൾ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒരു പർട്ടിക്കുലർ കൺട്രി അത് കൺട്രോൾ ചെയ്യുന്നില്ല. സോ ഈ ഒരു പ്രാക്ടീസ് അന്ന് തൊട്ട് തുടങ്ങിയ ഒരു പ്രാക്ടീസാണ്. അപ്പം മിക്ക ഷിപ്സ് ട്രേഡിന് വേണ്ടിയിട്ട് ദേ യൂസ് ടു ട്രാവൽ ത്രൂ ദീസ് കൺട്രോൾഡ് വാട്ടേഴ്സ്. അപ്പോൾ ദേ വുഡ് ഹാവ് ടു പേ ദീസ് സൂപ്പർ പവേഴ്സ്. സോ ഈ ഒരു ഫോം ഓഫ് സെറ്റിൽമെൻറ്റ്സ് ഹിസ്റ്റോറിക്കലി തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് സീ ലെയിൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇന്നത്തെ ആ സെയിം ഐഡിയ തന്നെയാണ്, ബട്ട് ഇറ്റ് ഇസ് നോൺ ബൈ സീ ലെയിൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ അതേ പ്രിൻസിപ്പിളാണ് ഇവിടെ ഇറാനും ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസിനകത്ത് ഏകദേശം 8 ഐലൻഡ്സ് ആർ കൺട്രോൾഡ് ബൈ ഇറാൻ. അപ്പം കൂടുതലും മെജോറിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ഇറാൻ. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ വാട്ടർ വേ, പക്ഷേ 8 ഐലൻഡ് ഇസ് കൺട്രോൾഡ് ബൈ ഇറാൻ. അതുകൊണ്ട് ഇറാനൊരു സേ ഉണ്ട് ദാറ്റ് നിങ്ങൾക്കൊരു സേഫ് പാസേജ് വേണമെങ്കിൽ യു ഹാവ് ടു പേ മീ ദിസ്. ഓക്കെ, സോ ഇറാൻ മാത്രമല്ല, ഇവിടെ ഒമാനും സ്റ്റേക്ക് ഉണ്ട്. പക്ഷേ ഇറാൻ സിൻസ് ഇറ്റ് കൺട്രോൾസ് മോസ്റ്റ് ഇറ്റ് കെൻ ആക്ച്വലി ഡിമാൻഡ് ഇറ്റ്. അപ്പം പിന്നെ വേറൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വൈ ഡു വി ഹാവ് ടു പേ മോർ? നമ്മുടെ ഇക്കണോമിയുടെ ഒരു പ്രിൻസിപ്പിളുണ്ട് ദാറ്റ് ഡിമാൻഡ് കൂടുമ്പം പ്രൈസ് കൂടും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്നേക്ക് ഡെഫിനറ്റ്ലി സപ്ലൈ കുറവാണ്. സോ ഡിമാൻഡ് കുഡ് ബി കോൺസ്റ്റൻറ്റ്. ഇപ്പം സപ്ലൈ കുറവാണ്, ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സപ്ലൈ എങ്ങനെയാണ് കുറവാകുന്നത്? ബിക്കോസ് ഡ്യൂ ടു ക്രൈസിസ് ആയതുകൊണ്ട് നമുക്ക് സപ്ലൈ ഇല്ല. അപ്പോൾ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഡിമാൻഡ് കൂടുതലാണ്. സോ വെൻ ഡിമാൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. സോ സെയിം തിയറിയാണ് ഇവിടെ. നൗ ഇറാൻ നോസ് ദാറ്റ് ഇപ്പോൾ എല്ലാവർക്കും ഓയിലിൻ്റെ ഡിമാൻഡ് കൂടി ബിക്കോസ് സപ്ലൈ കുറവാണ്. സോ ഇറാൻ is actually demanding more for this particular safe passageway. So this is how it works. Just wanted to update you about this. Thank you.